ഹേ ഓൾ വെൽക്കം ബാക്ക് ടു CS ഫോർ ബിഗിനേഴ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം CSSൽ എന്നുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മളിന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പി ടാഗിനാണ്. സ്റ്റൈൽ മീ എന്നുള്ളൊരു പി ടാഗിനാണ് നമ്മളിന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ index.html ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒരു ക്ലാസ് നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റൈൽ മീ എന്നുള്ളത്. ഓരോ ഫോണ്ടിനും ഓരോ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ CSSൽ യൂസ് ചെയ്യുന്നതാണ് ഫോൺ ഫാമിലി എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരിത്. സോ ഫോൺ ഫാമിലി കൊടുക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതൊക്കെ ഇതിൽ ഡിഫാൾട്ട് ആയിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി ഉള്ളത് ആഡ് ചെയ്യാനൊക്കെ പറ്റും. സോ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. സോ വരുന്ന വീഡിയോസിൽ കാണിക്കുന്നതാണ്. സോ ഞാനിപ്പോൾ ഒരു മോണോ സ്പേസ് കൊടുത്ത് അതിൽ കൊടുത്ത സമയത്ത് നമുക്കിവിടെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന പ്രോപ്പർട്ടീസാണ്. നമുക്കിത് കുറച്ച് ബോൾഡ് ആക്കണമെങ്കിൽ നമുക്ക് ഫോണ്ട് വെയിറ്റ് കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് ബോൾഡ് ലൈറ്റർ ഇങ്ങനെ ഇതും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വാല്യൂസും കൊടുക്കാം. സോ 800 കൊടുത്തപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായി. പിന്നെ വരുന്നതാണ് ഫോണ്ട് സൈസ്. ഓക്കെ, ഇതുപോലെ തന്നെ വലുതാക്കാൻ ഇതിനൊക്കെ തന്നെ. സോ 10 പിക്സൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി ചെറുതായി. ഓക്കെ, നമ്മൾ റമ്മും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 റമ്മ് കൊടുത്ത് നോക്കാം, കുറച്ചും കൂടി നല്ല വലുതാവും. ഓക്കെ, ഇപ്പോൾ ഇത്ര വലുപ്പമായി. ഓക്കെ, അതുപോലെ തന്നെ പിന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് കളർ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ബ്ലൂ കൊടുക്കാം. ബ്ലൂ കൊടുത്തപ്പോൾ ഇങ്ങനെ ആയി. ഓക്കെ, അതുപോലെ തന്നെ ഇനി പഠിക്കാനുള്ളത് ഇപ്പോൾ ഓരോ ലെറ്റേഴ്സ് കണ്ടോ. ഇപ്പോൾ ഓരോ ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലൈൻ ഹൈറ്റും കൂട്ടാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതും കൂടി നോക്കാം. സോ ഇനി ഇപ്പോൾ നമ്മൾ റിയൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ പോയി ഇങ്ങനെ ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താ ചെയ്യൽ വെച്ചാൽ ഇൻസ്പെക്ട് എലമെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നിട്ട് സ്റ്റൈൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മളവിടെ എഴുതിയ സ്റ്റൈൽസൊക്കെ ഇവിടെ കാണാൻ കഴിയും. സോ എന്നിട്ട് നമ്മളെന്താ ചെയ്യൽ, ഇവിടെയാണ് ചെയ്യൽ. സോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ അവിടെ പോയി പേജ് ലോഡാവാനൊന്നും നിൽക്കണം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ റീഫ്രഷ് ചെയ്താൽ ഇത് പോകും. ബട്ട് നമ്മളിവിടെ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഞാനിപ്പോൾ ഇവിടെ ലൈൻ ഹൈറ്റ് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ലൈൻ ഹൈറ്റ് എന്നുള്ളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാനൊരു 5 റമ്മ് കൊടുക്കുകയാണ്. ഓക്കെ, 5 റമ്മ് കൊടുത്ത്. സോ ഇനി ഞാൻ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ലൈൻ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഹൈറ്റും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രയാണോ സ്പേസ് ഉള്ളത് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ലൈൻ ഹൈറ്റ് അതിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്തൊരു പ്രോപ്പർട്ടി പറഞ്ഞുതരാം, ലെറ്റർ സ്പേസിങ് എന്നുള്ളത്. സോ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പേര് പോലെ തന്നെ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ഞാൻ 3 റമ്മ് യൂസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഇടയിൽ കുറേ സ്പേസ് വന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ ഇനി നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. ഓക്കെ, അസൈൻമെൻറ്റ് വേറെ തന്നെ ഉണ്ട്. അസൈൻമെൻറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യുക. ഇതൊരു ചെറിയൊരു ചലഞ്ചാണ്. സോ ഞാനിപ്പോൾ ഇവിടെ index.html നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ഫ്ലക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം സെൻറ്റർ ആക്കിയിട്ടുള്ളത്. സോ ഞാനതങ്ങ് റിമൂവ് ചെയ്ത്, സോ ആ റിമൂവ് ചെയ്ത സമയത്ത് ഇത് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തി നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. സോ ടെക്സ്റ്റിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് യൂസ് ചെയ്താൽ നമുക്കിത് സെൻറ്റർ ആക്കാൻ പറ്റും ഒറ്റൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. സോ ആ പ്രോപ്പർട്ടി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, താഴെ കമൻറ്റ് ചെയ്യുക. എത്ര പേര് വീഡിയോ ഇതുവരെ കണ്ടെന്ന് നോക്കാനാണ്. സോ ടെക്സ്റ്റിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വരും കാര്യങ്ങളൊക്കെ പഠിക്കാം. സോ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിക്കാവുന്നതാണ്. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഫോളോ ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സോ അസൈൻമെൻറ്റ് ചെയ്യാൻ മറക്കരുത്.